ചെയ്യാൻ പോകുന്നത് കോഴിമുട്ടയുടെ തോട് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ക്രാഫ്റ്റ് ആണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ക്രാഫ്റ്റ്. അപ്പോൾ എൻ്റെ വീട്ടിൽ 2-3 കോഴികളുണ്ട്. അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരു പക്ഷേ കുറേ വീഡിയോസിലൊക്കെ കോഴീൻ്റെ സൗണ്ട് ഉണ്ടാവാറുണ്ട്. അപ്പോൾ കുറേ ആയിട്ടത് മുട്ടയൊന്നും തരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ 2-3 ദിവസമായിട്ട് കൃത്യമായിട്ട് അതെനിക്ക് മുട്ട തരാറുണ്ട്. അപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയത്. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് കണ്ടിട്ട് വരാം. അതിന് മുന്നേയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, പിന്നെ അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാം. അപ്പം നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. എങ്ങനെയാണ് ഈ ഒരു ക്രാഫ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യമായിട്ട് വേണ്ടത് എഗ്ഷെല്ലാണ്, മുട്ടയുടെ തോട്. മുട്ടത്തോട് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ചെറിയൊരു ഹോൾ ഇട്ടിട്ട് വേണം ആ ഒരു എഗ് വൈറ്റും യോക്കൊക്കെ ഒഴിവാക്കി കളയാൻ. ഇനി നമുക്കിതിനെ പെയിൻറ്റ് ചെയ്യാം. അപ്പോൾ പെയിൻറ്റ് ചെയ്ത് സുന്ദര കുട്ടപ്പനാക്കാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് അക്രിലിക് പെയിൻ്റ് ആണ്. നിങ്ങളുടെ കയ്യിൽ ഏത് പെയിൻ്റാണോ ഉള്ളത് അത് യൂസ് ചെയ്താൽ മതി. മാക്സിമം എല്ലാ കളേഴ്സും നമുക്കിതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ കളറുണ്ടോ ആ കളേഴ്സ് മുഴുവൻ എടുക്കാം കേട്ടോ. മുട്ടത്തോട് നമുക്ക് കയ്യിൽ വെച്ചിട്ട് പെയിൻറ്റ് ചെയ്യാൻ പറ്റില്ല. നിലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ദൂരം അതിൻ്റെ പാട്ടിന് പോകും. അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു സ്റ്റാൻഡ് ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്തിൻ്റെങ്കിലും മേലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് അതിന് ശേഷം പെയിൻറ്റ് ചെയ്യാം. ഞാൻ മെയിനായിട്ട് എടുത്തിരിക്കുന്ന കളറ് റെഡാണ് കേട്ടോ. നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു എഗ്ഷെല്ലിൻ്റെ മേലെ റെഡ് കളർ കൊടുത്തിട്ട് ഞാനത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ എടുത്തിരിക്കുന്നത് യെല്ലോ കളറാണ്. നിങ്ങൾക്ക് ഈ ഒരു ഓർഡർ ഫോളോ ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഏത് കളറാണോ ഉള്ളത് അത് യൂസ് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഓർഡർ സ്വീകരിക്കാം. അപ്പോൾ യെല്ലോ കളർ യൂസ് ചെയ്തിട്ട് ഞാൻ ഈ ഒരു എഗ്ഷെല്ലിൻ്റെ 4 സൈഡിലും ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വരയ്ക്കുന്ന സമയത്ത് ബ്രഷ് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ. അടുത്ത കളർ ഞാൻ എടുത്തിട്ടുള്ളത് ബ്ലൂ ആണ്. അപ്പോൾ നമുക്ക് ബ്ലൂ കളർ കൊണ്ടും ഇതേപോലെ തന്നെ ചെയ്യാം കേട്ടോ. നമ്മൾ ഫസ്റ്റ് കൊടുത്ത ആ റെഡില്ലേ, ആ റെഡ് ശരിക്കും ഉണങ്ങുന്നതിൻ്റെ മുന്നേ ബാക്കി കളേഴ്സൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലാണ് അതിൻ്റെ ഒരു ഭംഗി കിട്ടുള്ളൂ. ഞാൻ ചെയ്തപ്പോൾ റെഡ് കുറച്ച് ഉണങ്ങിപ്പോയിട്ടുണ്ട്. ഉണങ്ങുന്നതിൻ്റെ മുന്നെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ 2 കളറും കൂടെ ഒന്ന് ചെറുതായിട്ട് മിക്സായിട്ട് അതൊരു വേറെ ഭംഗിയാവും. അങ്ങനെ അവസാനമായിട്ട് ഞാൻ വൈറ്റ് കളറും കൂടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. 6 എഗ്ഷെൽസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആ 6 ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊക്കെ നിർത്താനായിട്ട് സ്റ്റാൻഡ് ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് A4 ഷീറ്റാണ്. A4 ഷീറ്റ് സെൻറ്ററിലൂടെ മടക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ഹാഫ് A4 ഷീറ്റ് കൊണ്ട് പേപ്പർ ട്യൂബ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഇറുക്കിൽ എടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തിട്ടുള്ളത് 6 എഗ്ഷെൽസാണ്. അപ്പോൾ നമുക്ക് പേപ്പർ ട്യൂബ്സും 6 തന്നെ ഉണ്ടാക്കണം. ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ കളർ A4 ഷീറ്റ്സൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഗ്രീൻ യൂസ് ചെയ്യുന്നതാവും ബെറ്റർ. അപ്പോൾ എനിക്ക് ഗ്രീൻ A4 ഷീറ്റ് കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ വൈറ്റ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മൾ 6 പേപ്പർ ട്യൂബ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഗ്രീൻ കളർ കൊടുക്കണം. അതുകൊണ്ടാണ് ഈ നേരത്തെ പറഞ്ഞത് ഗ്രീൻ A4 ഷീറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെയായിരിക്കും ഏറ്റവും നന്നാവുക. അപ്പോൾ പിന്നെ നമ്മൾ ഈ രണ്ടാമത് ഈ കളർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ആ പണി കുറഞ്ഞു കിട്ടും.
അപ്പോൾ നമുക്കതൊന്ന് കട്ട് ചെയ്ത് കളയാം കേട്ടോ. പേപ്പർ ട്യൂബ്സ് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഫ്ലെക്സ് കിക്കാണ് കേട്ടോ. കാരണം ഫെവിക്കോളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒട്ടും, പക്ഷെ കുറച്ച് ടൈം എടുക്കും. ഇതാകുമ്പം പെട്ടെന്ന് കഴിയുമല്ലോ. ഗമ്മ് വെച്ചിട്ട് നമ്മളത് ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം കുറച്ചും കൂടെ പേപ്പേഴ്സ് മടക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്യാം കേട്ടോ. ആ പേപ്പർ ട്യൂബിനെ ഒന്ന് സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അതിന് ശേഷം നമുക്ക് കുറച്ചും കൂടെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഗ്രീൻ പേപ്പറാണ്. എന്ത് പേപ്പർ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ എടുത്തിരിക്കുന്നത് ക്രേപ്പ് പേപ്പറാണ്. നിങ്ങളുടെ കയ്യിൽ ഗ്രീൻ A4 ഷീറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മതി. എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് നമുക്കൊരു റൗണ്ട് വരച്ചിട്ട് അതിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആ കട്ട് ചെയ്തെടുത്തിട്ടുള്ള പീസിനെ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് മടക്കിയെടുക്കാം. അതിന് ശേഷം ഒരു സിസേഴ്സ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ട്യൂബിനെ ആ ക്രേപ്പ് പേപ്പറിൻ്റെ ഉള്ളിലേക്കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. പേപ്പർ ട്യൂബ്സിന് പകരമായിട്ട് നിങ്ങൾക്ക് സ്ട്രോ ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ സ്ട്രോ ഒന്നും അങ്ങനെ കിട്ടാനില്ല, എന്നാലും കടകളിലൊക്കെ പേപ്പർ സ്ട്രോസൊക്കെ കിട്ടാനുണ്ട്. നമ്മൾ മുട്ട പൊട്ടിച്ച സമയത്തുണ്ടായ ആ ഒരു വൃത്തികേടുകളൊക്കെ ഒന്നും ഇപ്പോൾ കാണാനില്ല. അതുമാത്രമല്ല, നമ്മൾ ഫില്ല് ചെയ്തിട്ടുള്ള പേപ്പേഴ്സൊന്നും കാണാനില്ല. ഇപ്പോൾ ഒരു വൃത്തിയായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാ എഗ്ഷെൽസും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള 6 എഗ്ഷെൽസും ഇതേപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ലീഫ് വെക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പം നമ്മുടെ അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റായിട്ട് എനിക്ക് തരാം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ എൻ്റെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.